ഇപ്പൊ റമദാനിൽ ഡ്രസ്സ് എടുക്കുന്ന സമയമായി. കൊണ്ടോട്ടിയൊക്കെ അങ്ങനെ പെണ്ണുങ്ങൾ ഇങ്ങനെ തല്ലങ്ങും വിലങ്ങും നടക്കുക. നമ്മളെ നാട്ടിലുള്ള ആൾക്കാർക്ക് ഇടവണ്ണപ്പാർന്ന് എടുത്താൽ റായത്താവില്ല. കൊണ്ടോട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ഭയങ്കര അറവാ. പിന്നെ എടുക്കാന്ന പോവാ, പിന്നെ ഓല് പോണത് കോട്ടക്കൽക്കാ. അങ്ങനെ കോട്ടക്കൽ പോയി ഒരു കുപ്പായൊക്കെ ഇട്ട് പെരുന്നാളിൻ്റെ അന്ന് പള്ളീന്റെ സൈഡിൽ ഇങ്ങനെ നിന്ന് അങ്ങനെ ആക്കുക. എങ്ങനെ ഉണ്ടടാന്ന് ഞമ്മക്ക് അഭിനന്ദിക്കണ ശീലല്ലല്ലോ. അപ്പൊ ഞമ്മളങ്ങായിമാരോ അവനോട് പറഞ്ഞു, റോട്ടുമെന്ന് എടുത്താ ആകെ ടെൻഷനായില്ലേ. ഒരാള് സന്തോഷിച്ചോട്ടെ, അയാളൊരു പെരുന്നാള് മനസ്സ് നിറഞ്ഞ് ആഘോഷിച്ചോട്ടെ. പക്ഷെ അത് നമുക്ക് സന്തോഷിക്കാൻ പറ്റില്ല. ഓൻ അങ്ങനെ സന്തോഷിക്കണ്ട. അത് നമ്മൾ ഓനെങ്ങനെങ്കിലും വിഷമിപ്പിക്കാൻ പറ്റിയ രീതിയിലാണ്. ഒരഭിനന്ദനം കൊടുത്തിട്ട് നന്നായി നടക്ക്, നല്ല ചേർച്ചേണ്ടത്. ഏതായാലും എന്റെ സെലക്ഷൻ ഉഷാറായിട്ടുണ്ട്. അടുത്തോളം ഞാൻ എന്റെ കൂടെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഓനിന് ആ പെരുന്നാൾ ഭയങ്കര ഗംഭീരായിരിക്കും. ഇതാണ് നമ്മൾ ശീലിക്കുക. അങ്ങനത്തെ ആൾക്കാരോട് ആളുകൾ അടുക്കും. നമ്മളിങ്ങനെ വെറുപ്പിക്കണോന്റെ അടുത്തേക്ക് ആള് വരൂല. നമ്മളെ സ്വഭാവം നന്നായി ആളുകളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന എന്ത് ചെയ്യണം? നമ്മൾ പോലെ സന്തോഷിപ്പിക്കണം. അപ്പൊ അങ്ങനത്തേനൊന്നും നമ്മൾ പിശുക്ക് കാണിക്കേണ്ടതില്ല. ഓൻ സെലക്ഷൻ ചെയ്തതല്ലേ ഉഷാറായി എന്ന് പറഞ്ഞാൽ ഒരു തെറ്റൊന്നുമല്ല. അങ്ങനെ നമുക്ക് പറയാം. ചില ആൾക്കാർ വീട് കാണാൻ വേണ്ടി കൊണ്ടുപോകും. ഉസ്താദ് ഒന്ന് വരണം, ഞാൻ ആകെ ഒരു 7 സെന്റ് സ്ഥലത്ത് ചെറിയൊരു വീടുണ്ടാക്കിയതാണ്, നിങ്ങളൊന്നാടെ ഒന്ന് ദ്വാരം തരണം. അങ്ങനെ ഉസ്താദിനും കൊണ്ട് പോവാണ്. ഉസ്താദ് ഇങ്ങനെ അവിടെ എത്തിയാട് തന്നെ അല്ലല്ലാ, മുൻഭാഗം ഇങ്ങോട്ടാണോ ആക്കിയത്? ആ കിണർ അവിടുന്ന് പൊക്കിയിട്ട് ഇപ്പുറത്ത് കൊണ്ടുവെക്കണം, ഈ ജനാല കുത്തി അപ്പുറത്തേക്ക് വെക്കണം. രോഗം വിട്ടുമാറൂല. ഒരു മനുഷ്യനെ രോഗിയാക്കിയാണ്. ഇനി അവിടെ ഒരാൾക്കൊരു ജലദോഷം ഉണ്ടായാൽ മതി. അതെന്തുകൊണ്ട്? ആ കിണർ ഇങ്ങോട്ട് പൊക്കി ഇപ്പുറത്തേക്ക് വെക്കാത്തതുകൊണ്ട് പ്രശ്നമാണ്. ഇങ്ങനെ ഒരു മനുഷ്യനെ നമ്മൾ ബേജാറാക്കരുത്. നമ്മളൊരു വീട് കാണിക്കാൻ കൊണ്ടായാല് നമ്മളിങ്ങനെ നോക്കുക, 7 സെന്റ് സ്ഥലം നിങ്ങളെ പ്ലാന് അല്ലേ? ഭയങ്കരം തന്നെ കേട്ടോ. അൽഹംദുലില്ലാഹ്. ഇനി ഞാനൊരു പുരണ്ടാക്കുമ്പോൾ നിങ്ങളോട് പറയണ്ടേ, അയാൾക്ക് ഭയങ്കര സന്തോഷം. അയാൾക്ക് ഖിയാമത്ത് വരെ അവിടെ നല്ല റാഹത്തിൽ ജീവിക്കാൻ കഴിയും. ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം അഭിപ്രായം പറയാൻ പറ്റരുത്. അതിന്റെ മുമ്പ് നമ്മൾ കൊണ്ടുപോയാണെങ്കിൽ അയാൾക്ക് പറയാം. പറമ്പ് കാണിച്ച് നമ്മളൊരു പുരണ്ടാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കിണറോ ജനാലയോ ഒക്കെ പറഞ്ഞോളി. ഉണ്ടാക്കിയതിന് ശേഷം ഒരാളെ പോയിട്ട് ടെൻഷൻ അടുപ്പിക്കല്ല, അവിടെ അയാളെ അഭിനന്ദിക്കുക. ഇത്രയും ചുരുങ്ങിയ സംഖ്യയിൽ ഈ ചെറിയ സ്ഥലത്ത് ഇങ്ങനത്തെ സൗകര്യമുള്ള ഒരു വീട്, ഇത് സന്തോഷം തന്നെ എന്ന് പറഞ്ഞാൽ അയാൾക്ക് അവിടെ റാഹത്തായിട്ട് കൂടാൻ പറ്റും. അതാണ് നമ്മൾ ശീലാക്കേണ്ട. ഒരാളെയും വിഷമിപ്പിക്കരുത്. അതുപോലെ വണ്ടി വാങ്ങുന്നവരുണ്ടാവും. വാഹനം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരു സ്വപ്നമാണ്. 3 കാര്യം നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വമിൻ സഅദത്തുർ റജുലി സലാസു ഖിസാൽ. 3 കാര്യങ്ങൾ ഒരു മനുഷ്യന്റെ ഭാഗ്യത്തിൽപ്പെട്ടതാണ്. അതിലൊന്ന് ബൈത്തുൻ വാസിഅ, സൗകര്യപ്രദമായ ഒരു വീടാണ്. 2 വംറത്തുൻ സ്വാലിഹ, നല്ല സൽസ്വഭാവിയായ ഒരു ഇണയാണ്. 3-മത്തത് മർക്കബുൻ സ്വാലിഹ്, ഒരു നല്ല വാഹനം. കയ്യക്കട ഒന്ന് സ്റ്റാർട്ടാക്കട്ടെ എന്ന് പറയേണ്ട അവസ്ഥ ഉണ്ടാകരുത്. ഒരു നല്ല വണ്ടി ചാവി കൊടുത്താൽ സ്റ്റാർട്ടാണ്. അത് എല്ലാവരും ഒരു സ്വപ്നമാണ്. പക്ഷെ അതൊക്കെ നമ്മൾ എടുക്കുമ്പോൾ എന്ത് ചെയ്യണം? ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് എടുക്കാവും. നമുക്കിപ്പോ ആകെ കടയിലൊന്ന് പോകണം, ചെറിയൊരു പീടിയാണ്, അതിൽ കുറച്ച് സാധനമൊക്കെ വാങ്ങാൻ പറ്റുകയാണെങ്കിൽ എന്തോ ഒരു സ്കൂട്ടി ഉണ്ടായാൽ മതി. അപ്പൊ ആ ആവശ്യത്തിനനുസരിച്ച് നമ്മൾ വാങ്ങാൻ പാടുള്ളൂ. ഇനി അതിനേക്കാൾ നമുക്ക് ബിസിനസ് ഹൗസ് ഒക്കെ വർദ്ധിച്ചു, ഇടക്കിടക്ക് അവിടെ പോകണം, മലപ്പുറത്ത് പോകണം, കോഴിക്കോട് പോകണം, ഞാൻ അതിന് പറ്റിയൊരു വണ്ടി ആ സമയത്ത് എടുക്കാം. അല്ലാതെ ആദ്യം തന്നെ ഞാൻ വലിയ വണ്ടി എടുക്കണം എന്ന് വെച്ചിറങ്ങിയാൽ ഓൻ വലിയ നഷ്ടത്തിൽക്കും പരാജയത്തിൽക്കും പോകും. സന്ദർഭം നോക്കിയിട്ട് എടുക്കേണ്ടത്. പിന്നെ ഫസ്റ്റിൽ തന്നെ ഒരു വണ്ടി എടുക്കുമ്പോൾ പുതിയത് എടുക്കാതെക്കലാണ് നല്ലത്. ഒരു സെക്കൻഡ് ഹാൻഡ് എടുക്കുക. കാരണം നമ്മൾ 2-3 കുത്തല കൂത്തിക്കാനുള്ളതാണ്. ഇതുകൊണ്ടാണ് ഇതൊക്കെ ഒന്ന് പഠിച്ച് എയിമാവാനൊക്കെ. കാറാണെങ്കിലും ലോറി ആണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. അത് കൊണ്ടുപോയിട്ട് നമ്മളെന്താക്കും? നമുക്ക് നമ്മളെ വണ്ടി എന്ന് പറഞ്ഞ് ഓട്ടാൻ തുടങ്ങുമ്പോൾ എന്തുണ്ടാവുള്ളൂ? ഒരു ധൈര്യം അങ്ങോട്ട് കിട്ടുള്ളൂ. മറ്റേ ആരാൻ്റെ ഓട്ടുമ്പോഴൊക്കെ ഒരു പേടി ഉണ്ടാവും. ആ ധൈര്യം ആട് കിട്ടിക്കഴിഞ്ഞാൽ കുറച്ച് അടിമുടിയൊക്കെ തട്ടിച്ച് മുട്ടിച്ചൊക്കെ ഇങ്ങനെ കൊണ്ടുനടക്കണമെങ്കിൽ വലിയ നഷ്ടമില്ലാതെക്കാൻ ഒരു സെക്കൻഡ് ഹാൻഡ് ആദ്യം എടുക്കുക. അങ്ങനെ എത്തുന്ന ഒരു വണ്ടിയായിട്ട് നമ്മളെ മുമ്പിൽ വന്നതാ, ഉസ്താദ് അതിന്റെ ചാവി നിങ്ങൾ സ്റ്റാർട്ടാക്കി തരണം. അപ്പൊ ഞാൻ ഏടുന്നാട് ഒരു പാട്ട വണ്ടി ഇതാ ചോദിക്കാൻ അങ്ങനല്ല. അയാളൊന്നും അഭിനന്ദിക്കുക. ഇത് വണ്ടി കമ്പനി കുറച്ച് പഴയതാണെങ്കിൽ ഇതിന്റെ എഞ്ചിന് ഭയങ്കരമായിട്ടാണ്. എന്തെങ്കിലും ഒരു ഗുണം ഒരു സാധനത്തിന് ഉണ്ടാവുമല്ലോ, അല്ലെങ്കിൽ ബോഡി നല്ല ഉറപ്പുള്ള കേട്ടോ. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ അയാൾക്കൊരു സന്തോഷം ഉണ്ടായിക്കോട്ടെ. നമ്മൾ ആളുകളെ വെറുപ്പിക്കരുത്, ആളുകളെ സന്തോഷിപ്പിക്കുക. അതാണ് സൽസ്വഭാവം എന്ന് പറഞ്ഞാൽ. ഈ രീതിയിലാണ് നമുക്ക് പെരുമാറാൻ സാധിക്കേണ്ടത്. അതുപോലെ നന്ദി ബോധമുള്ളവരായി നമ്മൾ മാറണം. നന്ദി ബോധം എന്ന് പറഞ്ഞാൽ എന്തു ഉപകാരം ആര് ചെയ്താലും അതിന് 3 തരത്തിൽ നമുക്ക് നന്ദി ഉണ്ടാവണം. 1 മനസ്സിൽ നന്ദി ബോധം വേണം. 2 വാക്കാൽ നന്ദി പറയണം. 3 സന്ദർഭം വരുമ്പോൾ പ്രവർത്തനത്താലും നന്ദി പറയണം. നമ്മൾ വളരെ കുടുങ്ങിയപ്പോ ഒരാള് സാമ്പത്തികമായ ഒരു ഹെൽപ്പ് ചെയ്തു നമുക്ക്.
അതിന് നമ്മൾ അപ്പം തന്നെ ജസാക്കുമുല്ലാഹു ഖൈറ, ഏത് നന്മ ആര് ചെയ്താലും ഉടനെ പറഞ്ഞോളണം ജസാക്കുമുല്ലാഹു ഖൈറ. ഇനി അയാൾക്ക് മനസ്സിൽ നമുക്ക് വലിയ ശുക്ർ വേണം, പടച്ചോനെ അയാൾക്ക് തോന്നിപ്പിച്ചു കൊടുത്ത് വലിയ സന്തോഷമുണ്ട്, ഈ സമയത്ത് അയാൾ ആ സംഖ്യ കടന്നെന്നില്ലെങ്കിൽ ഞാൻ മാനം കെട്ടുപോകുമായിരുന്നു. പിന്നെ നമുക്ക് ആ ശുക്ർ തിരിച്ച് ചെയ്യാൻ പറ്റണ്ടേ എപ്പോഴാ? നമ്മൾക്ക് അല്ലാഹു തആല സാമ്പത്തിക അഭിവൃദ്ധി ഒക്കെ തന്നു, അയാൾക്ക് കുറച്ച് പ്രയാസം വന്നപ്പോൾ അയാൾ നമ്മളെടുത്ത് വന്നു, പണ്ട് എന്നെ സഹായിച്ച ആളാണ്, അയാളൊപ്പം സഹായിക്കണം, നമുക്ക് ചെയ്യാൻ പറ്റുമ്പം ചെയ്യണം. ഈ രീതിയിൽ വാക്കും പ്രവൃത്തിയും മനസ്സുമൊക്കെ നന്ദി ബോധമുള്ളവരായി തീരണം. അപ്പോഴാണ് നമ്മൾ ശരിയായ സൽസ്വഭാവികളായി തീരുന്നത്. ഞാൻ അവസാനിപ്പിക്കുകയാണ്.